പുള്ളി നല്ല അടിയായിരുന്നു. ഇനി എന്തായാലും ഇന്ന് രാത്രിയായിരിക്കും ബോഡി എടുക്കുന്നത്. മോനെന്തോ ഓപ്പറേഷൻ വരാമെന്ന് പറഞ്ഞു. കാണുന്നു. ഡോക്ടറുണ്ട്. വീട്ടിൽ വന്നിട്ട് ഭയങ്കര ചിരി പ്രശ്നമാക്കുന്നുണ്ട്. ആ വീട്ടിൽ ആണോ? എന്താണ് മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചിരിക്കരുതെന്ന് അറിയാമല്ലോ. എന്താണ് പേരെന്താണ്? നല്ല ചിരി. കിടത്തിയൊക്കെ നോക്കാം. നമുക്ക് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേപ്പർ കൊണ്ടുവരണോ? ഇവിടെ അങ്ങനെയാണ്. ഞാൻ കുറച്ച് സ്ട്രിക്റ്റാണ്. പേരൊക്കെ കണ്ടില്ലേ? കണ്ടത് അബ്രഹാം ഡിസൂസ. പേരൊക്കെ അടിപൊളിയാണ്. ഇവിടെ അങ്ങനെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേപ്പർ ഇല്ലെങ്കിൽ പറ്റത്തില്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഇല്ല, അതൊന്നും പറ്റത്തൊന്നുമില്ല. ഇത് ഭയങ്കര സംഭവമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രോഗമൊന്നും അല്ല ഇത്. ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. So tell me, what's the issue? ഡോക്ടറെ എന്തായാലും പറഞ്ഞിടോ, നാളെ ഒരു കിളി പോയി. മരണ വീട്ടിൽ ചിരി കളി ആകെ പ്രശ്നം. മറിച്ചാളെ മോന്റെ നടിയും കൊണ്ട് ഓക്കെ. ഇങ്ങേക്ക് വേണ്ടപ്പെട്ടവര് ഒരാൾ മാത്രം ഇരുന്നിട്ട് ബാക്കി രണ്ടുപേരും പൊക്കോ. ഡോക്ടറെ, എൻ്റെ പേര് സുനിൽ. ഷാജഹാൻ്റെ ബാല്യകാല സുഹൃത്താണ്. പ്രിന്റ് നാളെ കിട്ടും. അപ്പ എന്നെ വിളിച്ചോണ്ടിരിക്കണ്ട. അപ്പൊ ശരി. ഒരു 150 തവണ ചിത്രം സിനിമ കണ്ടു. വേറെ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾ ഇരിക്കി. ഡോക്ടറെ, ഇവിടെ അധികം ആർക്കും അറിയാൻ വയ്യാത്ത ഒരു
പഴയ കാലമുണ്ട് ഷാജഹാൻ. ഞങ്ങളുടെ 22-23 വയസ്സിൽ ഞങ്ങൾ കോളേജിൽ അറബിക് ലിറ്ററേച്ചർ പഠിക്കുന്ന കാലം. അവിടെ ഞങ്ങളുടെ പ്രിയ ജോഡികളായിരുന്നു ഷാജഹാനും മുംതാസും. അവരുടെ പ്രണയമെന്ന് പറയുന്നത് ചരിത്രം പോലെ സത്യമുള്ളതായിരുന്നു. ഞങ്ങളുടെ കോളേജ് കാലമൊക്കെ കഴിഞ്ഞ് ഷാജഹാൻ ഒരു അറബിക് മാഷായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നായിരുന്നു ആ സംഭവം. ആക്സിഡൻ്റ് ആയിരുന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അതിനുശേഷമാണ് എൻ്റെ ഷാജഹാൻ ഞാൻ പുള്ളിയായിട്ടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കട്ടെ. നിങ്ങൾ പോയി അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും. അപ്പൊ ഷാജഹാനെ വായോ, നമുക്കൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. ഡോക്ടർ അല്ലേ പറഞ്ഞ മുംതാസിനെ അറിയോ? താജ്മഹൽ റൈറ്റ്? അല്ലല്ല, എന്റെ മൊഞ്ചത്തി. അവളോടൊക്കെ എൻ്റെ അടുത്ത് വന്ന് കരയും. അപ്പൊ ഞാനും കരയും. ചിലപ്പോ എൻ്റെ അടുത്ത് വന്ന് ചിരിക്കും. അവൾ ഞാനും ചിരിക്കും. എന്റെ മുഞ്ചത്തിയാണ്. അവൾ പോയി. എന്റെ പൊന്ന് ഷാജഹാനെ, ഇതൊന്നും ഒരു വലിയൊരു രോഗമൊന്നുമല്ല. ഒന്ന് ഉറങ്ങി നീക്കുമ്പത്തിനും ഈ പ്രശ്നമൊക്കെ എല്ലാം സോൾവ് ആവും. ഡോണ്ട് വറി. ബാക്കി നമുക്ക് ഉറങ്ങി നീച്ചിട്ട് സംസാരിക്കാം. വരൂ. നിങ്ങള്? ഞാൻ സുല്ലേട്ടന്റെ നെയ്ബറാണ്. അപ്പൊ നോക്കൂ മിസ്റ്റർ, നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ ഷാജഹാൻ ഒരു മാനസിക രോഗിയൊന്നുമല്ല. പൊതുസമൂഹത്തിന് ഇത് വട്ട്, ഭ്രാന്ത്, മാനസിക രോഗം എന്നൊക്കെ തോന്നുമെങ്കിലും ബേസിക്കലി ഇറ്റ്സ് എ ന്യൂറോളജിക്കൽ ഡിസോർഡർ characterized by involuntary and often unpredictable episodes of laughing and crying. this condition is known as pseudo bulbar effect. അപ്പൊ ഒരു 1 month let him relax here. ആളിവിടെ ഒന്ന് സന്തോഷമായിട്ട് ഇരിക്കട്ടെ. ഇവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് ഒന്ന് ചുറ്റി കറങ്ങട്ടെ. എങ്ങനെയുണ്ട് ഡോക്ടറെ നമ്മുടെ ഷാജഹാൻ? ഷാജഹാന് യാതൊരു കുഴപ്പമില്ല. ആളിപ്പോൾ ഇവിടെ അടിച്ചു പൊളിച്ച് നടക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും പുള്ളീനെ ഇവിടെ ആക്കി പോയ ശേഷം ഞാൻ പുള്ളിയെ വളരെ ആക്യുറേറ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഷാജഹാൻ്റെ ഒരു മെയിൻ ക്വാളിറ്റി എന്ന് വെച്ചാൽ പുള്ളി ഒട്ടും സെൽഫിഷ് അല്ല. പുള്ളിയുടെ കാര്യത്തെക്കാൾ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. പുള്ളീനൊന്ന് വിളിക്കും. ഷാജഹാൻ സർ. സുനിൽ, എന്തൊക്കെ വർത്താനം? ഈ ഇപ്പൊ ഇവിടുത്തെ ആളായില്ല. ഡോക്ടർ ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഷാജഹാന് അതൊരു ജീവിതമാർഗം കുമെങ്കിൽ ഞങ്ങൾ നാട്ടുകാർക്ക് അതിൽ യാതൊരു വിയോജിപ്പുമില്ല. അപ്പൊ ഷാജഹാനെ ഇത് പിടിച്ചോ. അപ്പൊ ഇന്ന് മുതൽ ഷാജഹാൻ ഇവിടെ തന്നെ തുടരും. ഷാജഹാന് തരക്കേടില്ലാത്തൊരു ശമ്പളവും ഞാൻ തരുന്നതായിരിക്കും. അതിനുള്ള ക്വാളിറ്റി ഷാജഹാൻ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഷാജഹാനെ ഞാൻ ചൂസ് ചെയ്തത്. ഷാജഹാനെ പോലെ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് വേണ്ടത്ര അറ്റൻഷനും കെയറും കിട്ടാതെ ആകുമ്പോൾ this may cause them to end up becoming a psychiatric person.